വേണ്ട പതിവ് പോലെ വളപ്പൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ഫാദർ പണ്ടൊരു ചേന നട്ടിരുന്നു ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ. അപ്പോൾ അത് ഇപ്പം ഒടിഞ്ഞ് തറയിൽ വീണ് കിടക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ചേന വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഞാൻ ആ ചേന അങ്ങ് കുഴിച്ചെടുത്തു. എന്നാൽ പിന്നെ നമുക്കൊരു ചേന ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് എനിക്കൊരു ഐഡിയ തോന്നി. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനൊക്കെ പീസാക്കുന്ന പോലെ തന്നെ ചേനയെ നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്ത് കഴുകിയതിന് ശേഷം അതിനകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അത് കറക്റ്റ് മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് അതും ഇതുപോലെ ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തു. ആവശ്യത്തിന് 2 സ്പൂണ് മുളക് പൊടി ഇട്ടു. അപ്പോൾ അതും അതിന് ശരിക്കും മിക്സ് ചെയ്ത് അതിന് ശേഷം ഗരം മസാല മില്ലിൽ നിന്ന് മേടിച്ച ഗരം മസാല ഉണ്ടായിരുന്നു വീട്ടിൽ, അതും ഇട്ട് സെയിം നമ്മൾ ചിക്കനിൽ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കർഡ്, അതായത് കുറച്ച് തൈരുണ്ടായിരുന്നു, തൈര് അതിനകത്ത് ഒഴിച്ചിട്ട് അതും കൂടി അങ്ങ് മിക്സ് ചെയ്ത് പിന്നെ ഒരര നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ട് അവനെ അങ്ങ് മാറ്റി വെച്ചു. ഓക്കെ. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് 2 ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മല്ലിയില, പിന്നെ ഇറച്ചിക്കൂട്ട് ഇതൊക്കെ എടുത്ത് ഇതുപോലെ ചോപ്സ് ചെയ്ത് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളെ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളെ ചെറിയ കുക്കർ വെച്ച് അതിനകത്ത് ഇച്ചിരി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി എടുത്ത് അതിനകത്തിട്ട് വഴട്ടുക. കുറച്ച് നേരം വഴട്ടിയിട്ട് അതിൻ്റെ കളർ ഇച്ചിരി മാറി വരുമ്പോൾ ബാക്കി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് സാധനങ്ങളുണ്ടല്ലോ, മറ്റേ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മറ്റേ മല്ലിയില, പിന്നെ ഇറച്ചിക്കൂട്ട് ഇതൊക്കെ അതിനകത്ത് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇച്ചിരി നേരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ആ ഒരു മസാലയുടെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് ഇച്ചിരി ഇളക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് മസാലപ്പൊടി, ഓക്കെ, മസാലപ്പൊടി നേരത്തെ നമ്മൾ ചേനയിൽ ചേർത്ത മസാലപ്പൊടിയും കൂടി കുറച്ചുകൂടി ഇട്ടിട്ട് അതും ഇങ്ങനെ ഒരു 4 to 5 മിനിറ്റ്സ് ഇങ്ങനെ ഇളക്കി ശരിക്കൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം ഒരു പാകമായിട്ട് വരുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ആ മസാല പുരട്ടി വെച്ച ചേന അതിനകത്ത് ഇടുക. നമ്മൾ ഈ കുക്കറിനകത്തിട്ട് നമ്മുടെ മസാലയുമായിട്ട് ശരിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടയ്ക്കുക. സെയിം നമ്മൾ ആ ഇറച്ചി വെക്കുന്ന അതേ പ്രോസസ്സ്. ഇവിടെ ഇറച്ചിക്ക് പകരം ചേന എന്നൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് അരി തയ്യാറാക്കി വെക്കാം. ഓക്കെ. അപ്പം നമ്മളെ കയ്യിൽ എന്താ പറയുക, ബിരിയാണി അരി ഇല്ലെങ്കിൽ പച്ചരി ആയാലും മതി. നമ്മുടെ ആവശ്യത്തിന് പച്ചരി, ഞാനിവിടെ ഒരു 4-5 പേർക്കുള്ള രീതിയിലുള്ള പച്ചരിയാണ് എടുത്തത്. അപ്പോൾ ഏകദേശം നമ്മുടെ കുക്കറിലൊരു 3-4 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ അരി നമ്മളെ കഴുകി വൃത്തിയാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് തുറന്ന് നോക്കാം. അതുകൊണ്ട് നമ്മുടെ ചേന റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേന മസാലയായിട്ടൊക്കെ മിക്സാക്കി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് വെച്ചാൽ അത് മാറ്റി വേറൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചതിന് ശേഷം കുക്കർ ഇങ്ങനെ കാലിയാക്കി എടുക്കുക. ബട്ട് അത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് ആ മസാല പറ്റി പിടിച്ചിരിക്കുന്നതിനകത്ത് തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച അരി അതിനകത്ത് ഇടുക. ഓക്കെ. അപ്പോൾ മസാല പറ്റി പിടിച്ച കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്താണ് നമ്മൾ അരി ഇട്ടത്. അങ്ങനെ ഇടാൻ കാരണം വെച്ചാൽ ആ മസാല വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു കുഴിമന്തി റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. ഇതേ കണ്ടില്ല, നമ്മൾ ആ ചേന മസാലയായിട്ട് മിക്സ് ചെയ്ത് നല്ല ചിക്കൻ പോലെ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ബിരിയാണി കൂടെ കൊക്കക്കോള, പെപ്സി ഒക്കെ അല്ലേ കുടിക്കും. നമുക്ക് വേണ്ട, നമുക്ക് നാച്ചുറലായിട്ട് ഒരു കരിക്ക് വീട്ടിൽ നിന്ന് വീണ് കിട്ടിയ കരിക്ക്, അപ്പോൾ അത് ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അരി ഒരു വിസിൽ വരുമ്പോൾ നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരി മാറ്റി വെക്കുക. അരി മീൻസ് നമ്മൾ ചോറായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ദം ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിൽ ഫസ്റ്റ് ലെയർ അരി ഇടുക, ചോറിടുക. അതിൻ്റെ പുറത്ത് നമ്മുടെ മസാല ചേന ഇട്ടതിന് ശേഷം 3rd ലെയറായിട്ട് ബാക്കി വരുന്ന റൈസ് കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഗാർണിഷിന് വേണ്ടി നമ്മൾ കുറച്ച് എന്താ പറയുക, മിൻറ്റ് ലീവ്സ്, അണ്ടിപ്പരിപ്പ്, പിന്നെ മറ്റേ മുന്തിരി ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ കുക്കർ അടച്ചിട്ട് ജസ്റ്റ് ദമ്മിന് വേണ്ടിയിട്ട് ഒരു വിസിലൊന്നും വേണ്ട, ഒരു 2 or 3 മിനിറ്റ്സ് നമ്മളിങ്ങനെ വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ നോബൊന്ന് പൊക്കി കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു സൗണ്ട് വരും. അപ്പോഴത്തേക്ക് അത് ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് എടുക്കുക. എന്നിട്ട് നമ്മുടെ ചേന ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ
ചേന ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പ്ലേറ്റ് അല്ല, ഞാനിവിടെ വാഴ ഇലയാണ് എടുത്തത്. കാരണം അപ്പോൾ ഇലയുടെ ആ ഒരു സ്മെല്ലും കൂടി വരുമ്പോൾ, ബിരിയാണിയുടെ സ്മെല്ലും ഇലയുടെ സ്മെല്ലും കൂടി മിക്സായി വരുമ്പോൾ ഒരു നല്ല സ്പെഷ്യലി ഒരു ക്രഞ്ചി ടേസ്റ്റ് ആയിരിക്കും. അപ്പം സൈഡ് ഡിഷായിട്ട് ഞാൻ കുറച്ച് ചമ്മന്തി ആക്കി വെച്ചിരുന്നു, തേങ്ങാ ചമ്മന്തി. പിന്നെ അച്ചാർ മേടിച്ച് വെച്ചിരുന്നു, കുറച്ച് അച്ചാറായിരുന്നു. അപ്പോൾ അച്ചാർ കൊടുത്തു, മാങ്ങ അച്ചാർ. പിന്നെ നമുക്ക് കരിക്ക്, അതായത് കുടിക്കാനായിട്ട് കരിക്ക്, ബിരിയാണി കഴിച്ചതിന് ശേഷം. 5 പേർക്ക് കഴിക്കാവുന്ന ഈ ബിരിയാണിക്ക് എനിക്ക് ചിലവ് വന്നത് വെറും 75 രൂപയാണ്. അപ്പോൾ ഒരാൾക്ക് 15 രൂപ വെച്ച്. അപ്പം നമുക്കൊന്ന് എന്താ പറയുക, നമ്മുടെ ചേന ബിരിയാണി ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, ചേന ബിരിയാണി നമുക്കിപ്പം കോക്കക്കോള ഒന്നുമില്ല, നമ്മൾ നാച്ചുറലായിട്ട് കരിക്കാണ് കുടിക്കാനായിട്ട്. അപ്പോൾ ചേന ബിരിയാണി നമുക്കിത് കഴിച്ച് നോക്കാം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇച്ചിരി ചമ്മന്തിയൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇച്ചിരി അച്ചാറും ഒന്ന് തൊട്ടോ. ഓക്കെ, സംഭവം പൊളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം സക്സസ് ആണ്. ഞാൻ ആദ്യമായിട്ട് പരീക്ഷയാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പല ടൈപ്പിലുള്ള ബിരിയാണി കണ്ടിട്ടുണ്ട്, ബട്ട് ചേന ബിരിയാണി എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. അപ്പം നിങ്ങളും സമയമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നമ്മുടെ ചേന ബിരിയാണി. ഓക്കെ.